ബേപ്പൂരിലേക്ക് ഫൈബർ വള്ളവുമായി പോയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള പിക്കപ്പ് വാഹനം തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ PV ബിജു ശക്തൻ നഗറിൽ വെച്ച് പിടികൂടി. 27,500 രൂപ പിഴ ചുമത്തി. പിക്കപ്പ് വാഹനത്തിന് ഫിറ്റ്നസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഇല്ലാതെയാണ് ഈ ബോട്ട് തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്ക് കൊണ്ടുപോയിരുന്നത്. തിരുനെൽവേലി സ്വദേശിയുടെയാണ് വാഹനം. ബേപ്പൂർ സ്വദേശി CP മുഹമ്മദ് നിസാമിന്റെയാണ് ബോട്ട്. ആകെ 27,500 രൂപ പിഴ ഈടാക്കി. ഇത്ര ചെറിയ വാഹനത്തിൽ മുന്നിലേക്കും പുറകിലേക്കും വശങ്ങളിലേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ് ബോട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല വാഹനം വളവുകൾ തിരിയുമ്പോൾ മറിയാനുള്ള സാധ്യതയും കണ്ടു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലോഡ് കയറ്റിയതിന് 20,000 രൂപയും ഫിറ്റ്നസിന് 3,000 രൂപയും ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2,000 രൂപയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് 2,000 രൂപയും ചേർത്താണ് ആകെ 27,500 രൂപ പിഴ ചുമത്തിയത്. ബോട്ട് വലിയ ലോറിയിൽ മാറ്റിക്കയറ്റി കൊണ്ടുപോകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.